ആത്മഹത്യ ചെയ്യല്ലാതെ വേറെ വഴിയില്ല. ഈ വാക്കുകൾ കേട്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനൊന്നും പറയുകയും ചെയ്യുകയും ചെയ്യരുത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കേട്ടോ. പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുവാണ്. നിങ്ങളൊക്കെ ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ എൻ്റെ മുത്തുമണികളെ അസ്സലാമു അലൈക്കും. ഒന്നുമല്ല, ഒരു കർഷകൻ്റെ ശരിക്ക് യഥാർത്ഥ അനുഭവമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പച്ച പുൽമേടുകളും പച്ച വിരിച്ചെടുക്കുന്ന ഈ മലഞ്ചെരുവ് കൂടെ നേരെ യാത്ര ചെയ്താൽ ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് കാണാനും പഠിക്കാനുമുണ്ട്. അത് നമ്മൾ ജീവിതത്തിൽ പലരുടെ അനുഭവം യാത്രയിൽ കൂടി ഞാൻ മനസ്സിലാക്കിയ പലരും ടെൻഷൻ അടിച്ചിങ്ങനെ ഒരുപാട് ഡിപ്രഷൻ അനുഭവിക്കുന്ന ആൾക്കാർ. അവരോട് എനിക്ക് പറയാനുള്ള യാതൊരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിക്കുന്നവർ യാത്ര ചെയ്യരുത്. യാത്ര ചെയ്യുന്നവരോട് നിങ്ങൾ ചോദിക്കുക, അവർക്ക് ഒരു കാരണവശാലും ഒരിക്കലും അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അധിക സമയം കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ഇഷ്ടപ്പെട്ട സോങ്ങുകൾ കേൾക്കുക. അങ്ങനത്തെ ആളുകൾക്കും ടെൻഷൻ കുറയും. ടെൻഷൻ വരുമ്പോൾ നിങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശരിക്കും എന്താ പറയുക, ഓൽക്കൊരു കാരണം തന്നെ ഉണ്ട്. ആ കർഷകന് ഇങ്ങനെ ടെൻഷൻ വരാം. കണ്ടോ, വിശാലമായിട്ട് ഹെക്ടർ കണക്കിന് എന്ത് നമ്മളെ ചെട്ടിപ്പൂവും അങ്ങനത്തെ പല പല കൃഷികൾ ചെയ്യുന്ന കർഷകരാണ്. അത് ഇവിടെയുള്ള ഗുണ്ടൽപേട്ട നെഞ്ചുകൂട ഭാഗങ്ങൾക്ക് ഒരുപാട് കാണാൻ കഴിയും. നമ്മളെ കേരളത്തിൽ നമ്മക്കാണ് മടി ശരിക്കും കൃഷി. ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഇതൊക്കെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി നട്ടുപിടിപ്പിച്ച മറ്റൊന്നല്ല, നമ്മളെ ഓണത്തിനേക്ക് പ്രതീക്ഷയോടുകൂടി നട്ടുപിടിപ്പിച്ച ചെടികളാണ് വിളഞ്ഞു നിൽക്കുന്നത്. അതിൻ്റെ വിശാലമായിട്ട് പാടങ്ങളുണ്ട്. എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ച. ഇതിൻ്റെ പിന്നിലും ഒരുപാട് ആൾക്കാർ അധ്വാനങ്ങളുണ്ട്. അത് നമ്മളെപ്പോഴെങ്കിലും മനസ്സിലായി എന്ത് കൃഷിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കൃഷികൾ വേറെയുണ്ട്. കാബേജ്, തക്കാളി, അങ്ങനെ ഇതൊക്കെ വരുന്ന പുറത്തുനിന്ന്. കേരളത്തിൽ അങ്ങനത്തെ ഒരു സംഭവമില്ല, കണ്ടില്ലേ. അതുപോലെ കുറച്ചും കൂടി മുമ്പോട്ട് കാട്ടുകൂടി അങ്ങോട്ട് കടന്ന് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ മറ്റൊരു കാഴ്ച, ആ കർഷകൻ്റെ വാക്കുകൾ കേട്ടാൽ ശരിക്കും ഞാൻ സങ്കടപ്പെട്ടത്. മറ്റൊന്നല്ല, ഈ പച്ച വിരിച്ചെടുക്കുന്ന മരങ്ങളുടെ ഇടയിൽ കൂടെ നേരെ അങ്ങോട്ട് യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് കേട്ടോ. മറ്റൊന്നല്ല, സൂര്യകാന്തി വളഞ്ഞ് നടക്കുന്ന തോട്ടാണ്ട് നമ്മൾ വേണേൽ വിശാലമായിട്ട് കിടക്കുന്നത്. ആ കർഷകനോട് ഞാനൊന്ന് ചോദിച്ചാൽ, എന്താണ് ചേട്ടാ വിശേഷങ്ങളൊക്കെ. ഒരുപാട് മലയാളികളും പാട്ടത്തിനൊക്കെ എടുത്ത് അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അവരൊക്കെ പറഞ്ഞു വെച്ചാൽ കുഴപ്പമില്ല. ചില ആൾക്കാർ പറഞ്ഞു ഇപ്രാവശ്യം വളരെ മോശമാണ്. അപ്പോൾ ഞാൻ എന്താ പറ്റി. അപ്പോൾ ആ കൂട്ടത്തിലൊരു കർഷകൻ പറഞ്ഞു, എൻ്റെ കണ്ണ് നനഞ്ഞു വയ്ക്കും ശരിക്കും. മറ്റൊന്നുമല്ല, ആത്മഹത്യ ചെയ്യല്ലാതെ വേറെ വരില്ല. ഞാൻ എന്താ ചേട്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം കേരളത്തിൽ ഇപ്രാവശ്യത്തെ ഓണത്തിനേക്കൊക്കെ പ്രതീക്ഷയാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ആ കൃഷി നഷ്ടത്തിലായ കാരണം ഇവർ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്താണ് ചെയ്യുക. നിങ്ങൾ കണ്ടില്ലേ, ഇതിപ്രാവശ്യം കൃഷിയും കുറവാണ്. പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട് പല പല ചെടികൾ. അതുപോലെ തന്നെ ഈ പൂവൊക്കെ ഓണത്തിനൊക്കെ പ്രതീക്ഷ. കർഷകർ എത്ര പ്രതീക്ഷയോടെയാണ് കൃഷി ചെയ്യുന്നത്. ഒരു നഷ്ടത്തിലായി നിങ്ങൾ ചിന്തിച്ച് നോക്കി. ആര് പേർക്ക് നഷ്ടം നികത്തി കൊടുക്കും? ബാങ്ക്. നിങ്ങൾ കേൾക്കല്ലേ, കർഷകർ ആത്മഹത്യ ചെയ്തു. എന്താ അവരുടെ പിന്നിലുള്ളൊരു കഥ. കാരണം നമ്മളെ മോഡൽ, അതായത് നമ്മളെ മോഡലിലെ ആൾക്കാരാണ്. പച്ചയായ ജീവിതങ്ങളാണ്. കാരണം ഇടനിലക്കാരാണല്ലോ ഇതിലൊക്കെ ലാഭം കൊയ്യുന്നത്. പക്ഷേങ്കിൽ ഇപ്രാവശ്യത്തൊക്കെ ഓണത്തിൻ്റെ പ്രതിസന്ധികൾ കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ മഹാദുരന്തമാണല്ലോ സംഭവിച്ചത്. കാരണം അതിലപ്പുറമൊന്നുമില്ലല്ലോ. അപ്പോൾ പറഞ്ഞാൽ അത് കുഴപ്പമില്ല ചേട്ടാ. അപ്പോൾ ഞാൻ കുറച്ച് ആളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ വാക്കുകളാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും ഒരു പരിഹാരമില്ല. നിങ്ങൾ ശരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനായിട്ട്, നഷ്ടങ്ങളെക്കുറിച്ച് കൂടുതൽ അടുത്ത പ്രാവശ്യം ഇതിലും നല്ല ഉഷാറാക്കിയുമ്പോൾ വിളവെടുക്കാമെന്നൊക്കെ പറഞ്ഞ് തൽക്കാലം അയാളെ സമാധാനിപ്പിച്ചിട്ട്. അപ്പോൾ നിങ്ങളാണ് നമ്മളെ ഒരുപാട് ആൾക്കാർ പല ടെൻഷനും പല രീതിയിൽ അനുഭവിക്കുക. അവരോടൊക്കെ ഒന്നേ പറയാം, നിങ്ങൾ യാത്രകൾ ചെയ്യും. യാത്രകൾ നമുക്ക് ഒരുപാട് ടെൻഷൻ മാറിക്കൊണ്ടുവന്ന്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ അതിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. നമ്മളൊന്നും പഠിച്ചില്ല ശരിക്ക്. കേരളക്കാർ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ കൃഷിയൊന്നും ചെയ്ത് അധികം അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാരല്ല. അത് പിന്നെ വളരെ ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ വിട പറയുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ ടോപ്പിക്കായിട്ട് വരുന്നതാണ്. ഇല്ലെങ്കിൽ നേരത്തെ ചെയ്തുള്ള ട്രാവലിംഗ്. അപ്പോൾ തൽക്കാലത്തേക്ക് വിട പറയുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.